ഇസ്രയേലിൽ നിന്ന് ജൂതന്മാർ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂട്ടപലായനം ചെയ്യുന്നു. ലോകത്തിന്റെ പല ഭാഗത്തായി ചിതറിക്കിടന്ന ജൂതന്മാർക്കായി ഒരു രാജ്യം നിലവിൽ വന്നത് 1948-ലാണ്. ലോകത്തിൽ പല രാജ്യങ്ങളിലായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന സമൂഹമായിരുന്നു ജൂതന്മാർ. പല നാടുകളിൽ നിന്നുമായി ഇസ്രയേലിലെത്തിയ ജൂതന്മാർ രാജ്യം നിലവിൽ വന്നതിന് ശേഷവും കടന്നുകയറ്റങ്ങളും അതിക്രമങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ജൂതന്മാർ ഇസ്രയേലിൽ നിന്ന് കൂട്ടത്തോടെ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടുന്നുവെന്നാണ്. ഇസ്രയേൽ സുരക്ഷിതമല്ലെന്ന കാരണത്താൽ ഒരു വർഷത്തിനുള്ളിൽ 40,000-ത്തിലധികം ജൂതന്മാരാണ് രാജ്യം വിട്ടത്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും തകർത്തുവെന്ന് നെതന്യാഹു പറയുമ്പോഴും തങ്ങൾ ഏതു നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന ഭയത്താൽ ഇസ്രയേലികൾ മാതൃരാജ്യം വിടുകയാണ്. അസോസിയേറ്റഡ് പ്രസ് പോലെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് ജൂതന്മാർക്ക് ഇസ്രയേൽ സുരക്ഷിതമല്ലെന്ന് ജൂതന്മാർ തന്നെ ആശങ്ക അറിയിച്ചു എന്നാണ്. ഇസ്രയേലി ഗവൺമെന്റിനെ ആശങ്കപ്പെടുത്തുന്ന വർധനവാണ് രാജ്യം വിടുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി എന്നീ രാജ്യങ്ങളിലേക്കാണ് കൂടുതൽ ആപ്ലിക്കേഷൻ എത്തുന്നതായാണ് റിപ്പോർട്ട്. വിമർശകർ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് സാഹചര്യം മോശമാകുന്നു എന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. 2024 ആദ്യ 7 മാസം മാത്രം 59% വർധനവാണ് എമിഗ്രേഷനിൽ ഉണ്ടായിരിക്കുന്നത്. 40,000-ത്തിലധികം ഇസ്രയേലികൾ 2024 മാത്രം രാജ്യം വിട്ടു കഴിഞ്ഞതായി CBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഹെൽത്ത് സെക്ടറിൽ ജോലി ചെയ്യുന്നവർ ഇസ്രയേലിലേക്ക് തിരിച്ചു വരാത്തത് ഇസ്രയേലിന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. ഇസ്രയേൽ തങ്ങളുടെ വാഗ്ദത്ത സ്വർഗമാണെന്നുള്ള ധാരണ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രയേലികൾക്ക് നഷ്ടപ്പെട്ടു. ഒക്ടോബർ 7 ഒരു വർഷങ്ങൾക്കപ്പുറവും ഇപ്പോഴും ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു കൂട്ടിലടച്ച തത്തയുടെ അവസ്ഥയിലാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്നതിനാൽ ഡിസംബർ 27 പോളണ്ടിൽ നടന്ന ഹോളോകോസ്റ്റ് അനുസ്മരണ ചടങ്ങിൽ നെതന്യാഹു പങ്കെടുത്തിരുന്നില്ല. നെതന്യാഹു പോളണ്ടിലെത്തിയാൽ തങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പോളിഷ് ഗവൺമെന്റും വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലിലും നെതന്യാഹു വിചാരണ നടപടികൾ നേരിടുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ലോകത്തെ ഭൂരിഭാഗം രാജ്യങ്ങളിലും സഞ്ചരിക്കാനാവാതെ കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ്.